ലൈറ്റ് ഷാഡോയിലെ സംഭവമാണ്. നമ്മുടെ ഇന്നത്തെ യാത്ര തഞ്ചാവൂരിലോട്ടാണ്. വെള്ളിയാഴ്ച എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്ന കാരക്കൽ എക്സ്പ്രസ്സിനാണ് നമ്മൾ തഞ്ചാവൂരിലോട്ട് കയറിയത്. തിരുപ്പള്ളിയിൽ ഇറങ്ങാം. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഫ്രഷ് ആയിട്ട് പുറത്ത് റൂം നോക്കിയിട്ട് അടുത്ത 10:20 എന്തോ ട്രെയിൻ ഉണ്ട് ഇവിടെ ചെട്ടിനാട്ടിന്. അപ്പോൾ അവിടെ പോയി ബാക്കി സെറ്റ് ചെയ്യാം. ഇവനാണ് നമ്മുടെ ട്രാവൽ ഗൈഡ്. സോ വി ആർ ഹാപ്പി വിത്ത് ആര്യൻ. ആൻഡ് നമുക്ക് ഒരു ടൂർ ഗൈഡൊക്കെ ആയിട്ട് അവനെ ഫോളോ ചെയ്യാം. നമ്മുടെ നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും അവനെ വിളിച്ചാൽ മതി, അവൻ ഇരുന്നോളും, കുഴപ്പമൊന്നുമില്ല. തിരുച്ചിറപ്പുഴ റെയിൽവേ സ്റ്റേഷനകത്ത് തന്നെയാണ് നമ്മൾ ഫ്രഷ് ആവാനായിട്ടുള്ള സൗകര്യങ്ങൾ നോക്കിയത്. ഇവിടെ പെർ ഹെഡ് വരുന്നത് 30 രൂപയാണ്. സുന്ദരിയായിട്ടുണ്ട്. ഉച്ച ഏതാണ്ടൊക്കെ പാട്ട് വയ്ക്കാനുള്ള പരിപാടിയൊക്കെയാണ്. ഇവിടുന്ന് ചെട്ടിനാടിന് പോകാനുള്ള ട്രെയിൻ വരാൻ ഇനി സമയമുണ്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് തന്നെ ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു. ഇതിന് പുറത്തേതെങ്കിലും നല്ല ഹോട്ടലുണ്ടോ നോക്കാനായിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷന് പുറത്തോട്ട് നടന്ന പതിയെ. ബാക്കി പറയാം. ആകെ 10. നിനക്ക് എന്താണ്? എനിക്ക് നെയ് റോസ്റ്റ്. നിനക്കോ? ദോശ. എനിക്ക് ദോശ. എന്നോട് എനിക്ക് പൂരി. ഇത് നേരെ ഓപ്പോസിറ്റാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. പക്ഷേ നമ്മുടെ ഇവിടുന്ന് ചെട്ടിനാടിനുള്ള പാസഞ്ചർ ട്രെയിൻ ഉണ്ട് 10:20. അപ്പോൾ നമ്മൾ 6ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. നമ്മളൊരു ബോഗി കണ്ടുപിടിച്ചു, ഇവിടെ കയറി ഇരിക്കുകയാണ്. ജോഹനാസ്ബർഗിൽ നിന്ന് വന്ന നമ്മുടെ സുഹൃത്താണ്. പേരെന്താ? ലാൽ. അങ്ങനെ നമ്മൾ ചെട്ടിനാട് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഒരു സങ്കല്പത്തിലുണ്ടായിരുന്ന ചെട്ടിനാട് ഇങ്ങനെയല്ലായിരുന്നു. കുറേ തിരക്കൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇവിടെ ഒരു മനുഷ്യനെ പോലും കാണുന്നില്ല. പെട്ടുപോയി. ഇവിടുന്ന് പോകാൻ വഴിയില്ലാതെ ലോക്കൽ ഒരു ചേട്ടനോട് പറഞ്ഞൊരു ഓട്ടോ പറഞ്ഞിട്ടുണ്ട്. ഓട്ടോ വരും. ഇപ്പോൾ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ചെട്ടിനാട് കാണാൻ ഇറങ്ങിയിരിക്കുകയാണ്. അവിടെ നിന്ന് നമ്മൾ നേരെ എത്തി ചെട്ടിനാട് പാലസിലോട്ടാണ്. ഈ ഫ്രെയിമിൽ കാണും, സിനിമയെ കാണുന്നത്. പഴയ കൾച്ചറിൽ പണിതിട്ടുണ്ട് പല ടൈപ്പ് വീടുകൾ ഇവിടെ ഉണ്ട്. അതിലോട്ടുള്ള എൻട്രിക്കുള്ള നോട്ടീസ് കാണുന്നത്. കളിച്ചോണ്ടിരിക്കാണ്ട് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ഒരു സ്ഥലത്ത് കയറി. ഇവിടെ ബിരിയാണി ഉണ്ട്, ഊണുണ്ട്. ഞങ്ങൾ ഈ ഫുഡ് കളിക്കാനുള്ള സ്ഥലം കണ്ടുപിടിക്കാനായിട്ട് ശബരിമലയ്ക്ക് പോകണം. നോമ്പായതുകൊണ്ട് വെജാണ് കഴിക്കണത്. നമ്മളിനി ഇവിടുന്ന് ബ്ലോഗ് ചെയ്തിട്ട് ബസ്സങ്ങ് പോകണം.
ഇവിടുന്ന് തഞ്ചാവൂർക്ക് പോവാണ്. ഏകദേശം ഇവിടെ വന്ന് മൂഞ്ചി തെറ്റിയിട്ടുണ്ട്. തഞ്ചാവൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ എത്തിയ അവസാനം റൂം എടുത്ത് ഒന്ന് കുളിച്ചിട്ട് വേണം ടെമ്പിളിലോട്ട് പോകാനൊക്കെ. ഏകദേശം 6 മണിയായി. ഈ വ്യൂ കാണുമ്പോൾ നിങ്ങൾ ഓർക്കും ഞാൻ ഏതെങ്കിലും മലയുടെ മുകളിലായിരിക്കണം. അല്ല, ഇതാണ് നമ്മുടെ റൂം. ഇതാണ് നമ്മുടെ റൂം. ഒരു 1300 രൂപയുള്ളൂ. നല്ല അത്യാവശ്യം കൊള്ളാം റൂം. ഒരു 4th ഫ്ലോറാണ്. നമ്മുടെ റൂമിൻ്റെ നമ്പർ 407. 5th ഫ്ലോറിൽ 407. അത്യാവശ്യം കൊള്ളാം. 1200 രൂപയുള്ളൂ. നമ്മൾ നൈറ്റ് വന്നപ്പോഴാണെങ്കിലും പെട്ടെന്ന് ചെക്ക് ഇൻ ആവാൻ പറ്റി. 24 hours ഉണ്ട്. നമ്മൾ 8 മണി വരെ ഉള്ളൂ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ പെട്ടെന്ന് കുളിച്ചിട്ട് പോകാനുള്ള പരിപാടിയാണ്. അലമാരിയൊക്കെ ഉണ്ട്. വിലപിടിപ്പ് സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നും വയ്ക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഓട്ടെ. റഷി സുന്ദരനായി ഇറങ്ങിയിട്ടുണ്ട്. ഞാനൊക്കെ പഴയ ലുക്കൊക്കെ തന്നെ. ഞങ്ങളിനി അമ്പലത്തിനെ കൂടെ ഒന്ന് പോയിട്ട് വരാം. ഇവരൊക്കെ ഇവിടെ റെഡി ആവുന്നതേ ഉള്ളൂ. ഭയങ്കര സ്ലോയാണ് ഇവർ. ഇറങ്ങുവാണ്. ഇതാണ് തഞ്ചാവൂർ ടൗൺ ഇൻ നൈറ്റ്. നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു 400 മീറ്ററോടെ നടക്കാനുണ്ട്. നമ്മൾ ലൊക്കേഷൻ നോക്കി നടക്കുകയാണ്. ഇവിടെ തഞ്ചാവൂർ പാവയൊക്കെ വെക്കുന്ന ഷോപ്പുകളൊക്കെ ഉണ്ട്. ഒന്ന് രാവിലെ നോക്കുള്ളൂ. ഒരു അമ്മൂമ്മ റോട്ടി ഇരിപ്പുണ്ട്. നമുക്ക് ഗണപതി ടെമ്പിൾ കാണാം. ചെറിയൊരു ഗണപതി ടെമ്പിൾ. ആക്ച്വലി നമ്മൾ ഞായറാഴ്ച ആണ് എത്തുന്നവർക്കാണെങ്കിൽ രാവിലത്തെ വ്യൂ അല്ലേ പറ്റുള്ളൂ. നമ്മൾ തലേദിവസം എത്തിയതുകൊണ്ട് നമുക്കിത് കാണാൻ പറ്റിയത്. നോക്ക് സ്വർഗം സ്വർഗം ബ്യൂട്ടി. നമ്മളെന്തായാലും നമ്മൾ ശനിയാഴ്ച എത്തി ഇതൊന്ന് കണ്ടിട്ട് ഞായറാഴ്ച എത്തുന്നവർക്ക് മിസ്സാവും. മോനെ പകലൊന്നും സാധനം കിട്ടില്ല. പകലൊന്നും ഫീലേ കിട്ടില്ല. ഇതൊരു കാഴ്ച തന്നെയാണ്. എൻ്റെ അടാവേ, ഇത് ക്യാമറ കാണുന്നതുകൊണ്ട് ചെറുതായിട്ടാണ്. ഇവിടെ ഒരു അന്യായ സീൻ. കുറച്ചുകൂടെ അടുത്തോട്ട് പോട്ടെ. നമ്മൾ ആദ്യത്തെ ഗോപുരം കിറങ്ങി അകത്ത് എത്തുമ്പോഴത്തേനാണ് ഇതൊക്കെ കാണുന്നത്. ഇവിടെ ഒരു വലിയ നന്ദിയുടെ എന്തോണം ഒരു രൂപമുണ്ട്. മുകളിൽ കണ്ട ആ മുകളിലേക്കുന്ന കല്ലാണ് നമ്മൾ ഈ പറയുന്ന ടെമ്പിളിലെ ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിനകത്താണ് തൊഴാനുള്ള കയറിപ്പോണ്ടൊക്കെ. നല്ല രസമുണ്ട് ഇവിടെയൊക്കെ കാണാനൊക്കെ ആയിട്ട്. എല്ലാവരും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു മരമുണ്ട് കണ്ടോ, വളഞ്ഞ് നിൽക്കുന്നു. ഭയങ്കര രസമുണ്ട്. നാളെ നമുക്ക് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണാം. വേറൊരു കാര്യം കാര്യം ഇതിൻ്റെ നേരെ ബാക്ക് നമ്മൾ കയറി വന്നിട്ടും പോയി കാണും. അതിൽ സൂപ്പർ പക്ഷേ ഇത് പകൽ കാണുമ്പോൾ നമുക്ക് ഇത്ര സൂപ്പറായിട്ട് കണ്ടെന്നല്ല. ഒരു വലിയൊരു ഗോപുരം പോലൊന്നും. പക്ഷേ ഈ ലൈറ്റിങ് വന്നുകൊണ്ട് ഒരു ദൂരെയും അടുത്തും എല്ലാം ഒരു ഹെവി. അങ്ങനെ ഞങ്ങൾ രാത്രിയിലത്തെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇവിടെ ഈ പുല്ലിൽ വന്നിരിക്കുക. ഈ രാവിലത്താണ് ഇങ്ങനെ കാണാൻ പറ്റില്ല. പക്ഷെ ഞാനിവിടെ ഇരിക്കുന്നുണ്ട് ഈ പുല്ലിൽ. എന്നിട്ട് ഇവിടെ ഇരുന്ന് ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും.
എന്തായാലും നാളെ പകൽ വരുമ്പോൾ ചൂടനുസരിച്ച് ഇവിടെ വന്ന് ഇരിക്കാൻ പറ്റിയെന്ന് വരില്ല. ആൾക്കാർ ഇങ്ങനെ കിടക്കുന്നുണ്ട്, ക്ലോസ് ചെയ്ത് പുറത്ത് പറഞ്ഞു. എന്തായാലും അകത്ത് വരില്ല, രാവിലെ വന്നിട്ട് അകത്ത് കയറുന്ന വിചാരിക്കുന്നത്. പക്ഷേ വല്ലാത്തൊരു ശാന്തതയുണ്ട് ഇവിടെ. ഇത്രയും ക്രൗഡ് ഉണ്ടെങ്കിലും ഒരു സമാധാനം. വളരെ അതിലേക്ക് തൊഴുത് കിടക്കുന്നുണ്ട്. എവിടെയൊക്കെ തൊഴണ്ടേന്ന് പോലും അറിയത്തില്ല. കണ്ടോ, ഇതൊക്കെ എന്തിനാ ഇതിലൊക്കെ കയറി ഇറക്കാന്നറിയാൻ മേല. അവിടെ നിന്നൊരു അപ്പൂപ്പനെ എന്നെ നോക്കി തൊഴുന്നുണ്ട്. ആദ്യം പടിഞ്ഞാട്ട് അങ്ങോട്ട് ഉണ്ടോ, അതെന്തിനാന്നും അറിയത്തില്ല. അപ്പോൾ ശരി, ഞങ്ങൾ കുറച്ച് നേരം അടിയിലൊക്കെ വൈബ് ചെയ്ത് ഞാൻ അവിടെ ഇരുന്നൊന്ന് സ്വസ്ഥമായി ഇരിക്കട്ടെ കുറച്ച്. അവരൊക്കെ അതിലൊക്കെ നടക്കുക. ഓക്കെ. തഞ്ചാവൂർ ബാവയ്ക്കൊക്കെ നല്ല റേറ്റാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ട് നാളെ ഒരു പോവാറാകുമ്പോഴത്തേക്ക് വാങ്ങിച്ചാൽ മതിയല്ലോ എന്ന് ആലോചിച്ചു. ഇവിടെ സൂര്യൻ ഒതിച്ച് ഉച്ചയിലെത്തി. ഇവിടെ 4 മണിക്ക് എപ്പോഴാ അമ്പലം തൂത്തുവാരണേന്ന് പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാര് സെക്യൂരിറ്റിയോട് ചോദിക്കാം, ചേട്ടാ ഇവിടെ എപ്പോഴാ തൂക്കാൻ തുറക്കണേ, ആ സമയത്ത് വല്ലാത്ത കയറ്റുവോ എന്ന് ചോദിച്ചിട്ട് വന്ന ആൾക്കാര് 7 മണിയായിട്ടും ഇവിടെ നിന്ന് എണീറ്റിട്ട് പോലുമില്ല. ഞാൻ കുളിച്ച് റെഡിയായിക്കുക. ഉളുപ്പില്ലായ്മ. ചേട്ടാ എപ്പോഴാ? ഓക്കെ ഗൈസ്, അപ്പൊ നട്ടുവച്ചത്തെ സീരിയൽ കാണാൻ നമുക്ക് ഇനി അടുത്ത്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ റെഡി ആയിരിക്കുന്നു. വാ 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 വാ. ഭയങ്കര സ്ലോവാണ് ഗൈസ്. ഇവര് റെഡിയായി ഇറങ്ങാനുള്ള നല്ല സമയം. റെഡിയാവാൻ 4 മിനിറ്റ് പോയി കൊടുത്തിട്ട് വന്നു. മഴയുണ്ട്, ചെറുതായിട്ട് മഴയുണ്ട്. ചുമപ്പണ്ണി മഴ. അപ്പോൾ വന്നിട്ട് ഞങ്ങൾ അവിടെ നടക്കുകയാണ്. കാരണം നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടല് ബസ് സ്റ്റാൻഡിന് ഫ്രണ്ടിൽ തന്നെയാണ്. തട്ടി വീണാനെ കുഴപ്പമില്ല, ഒന്നും പറ്റില്ല. ഇവിടെ നടക്കുകയാണ് പതിയെ. ഇതിലൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയണം. അടിപൊളി.
ജംഗ്ഷനിലെത്തി. ഇവിടെ ഒരു രാജ ചോളൻ സ്റ്റാച്ചു ഉണ്ട്, ഒരു ഗോൾഡ് കളറിൽ. അവിടെ നിന്ന് ലെഫ്റ്റാണ് നമ്മൾ പോകുന്നത്. അവിടെ കാണുന്നതാണ് നമ്മൾ പോണ ടെമ്പിള്. ഇവിടെ നമുക്ക് തഞ്ചാവൂർ സ്റ്റാച്ചുവൊക്കെ കുറേ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതിനകത്ത് ശ്രീകൃഷ്ണ ഭവൻ ആർട്സ് ആൻഡ് സയൻസ്. ഇവിടെ ഒരു ചെറിയൊരു അമ്പലം, മലയാളികളാണ് ഇവിടെ ഒരു ഗ്യാങ് ഉണ്ട്. മരം കഴിഞ്ഞ് വരുന്ന വ്യൂ നോക്ക്, രാത്രി കാണുന്നതൊക്കെ സൂപ്പറാണ്. അങ്ങനെ നമ്മൾ അമ്പലത്തിന് ഫ്രണ്ടിലെത്തി. നമുക്ക് ചെരുപ്പ് വയ്ക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. 1 രൂപയുള്ളൂ ചെരുപ്പിന്, ഒരു ജോഡിക്ക് 1 രൂപ. അതിന് മുകളിലൊരു മയിൽ നിൽക്കണുണ്ടോ? മയിലിനെ കാണാമോ? പീലി ഇവിടെ അടുത്തൊക്കെ നമുക്ക് ആശിക്കാം, പക്ഷെ ഇത്രയെങ്കിലും കിട്ടിയല്ലോ, 2 തത്തയും. നമ്മളിതിലേക്ക് കണ്ടു കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് കുറച്ച് നേരം ഇരിക്കുകയാണ്. റഷ്യ ഇവിടെ ഇരുന്ന് വരയ്ക്കുകയാണ്. വരയ്ക്കാനുള്ള ശ്രമത്തിലാണ്. ഇവിടെ തുടങ്ങാൻ പറയുമ്പോൾ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരിക്കാൻ വിചാരിച്ചു. ഭയങ്കര തത്തകളുടെയും പ്രാവുകളുടെയും ഒക്കെ ഒരു ശബ്ദമാണ് ഇവിടെ കൂടുതൽ. വെയിൽ ഉദിച്ച് വരുന്നുള്ളതുകൊണ്ട് നല്ലൊരു സമാധാന അന്തരീക്ഷമാണ് ഇപ്പോൾ ഇവിടെ. ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു. ഇനിയിപ്പോൾ പാലസൊക്കെ ഒന്ന് കാണാൻ പോകണം. ഏകദേശം 12:15 വീണ്ടും ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ വീണ്ടും ഇറങ്ങുവാണ്. നമ്മൾ തഞ്ചാവൂർ ടൗണിക്കിടെ ഇങ്ങനെ നടക്കുക. ഓൾഡ് ബസ് സ്റ്റാൻഡിൽ നിന്ന് അവിടെ നിന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ പാലസ്. ലൊക്കേഷൻ കാണിക്കുന്നത് ഇവിടെ അടുത്ത് തന്നെയാണ്. എത്താറായി, ലൊക്കേഷൻ അനുസരിച്ച് എത്താറായി. നമ്മളിവിടെ വന്നപ്പോഴാണ് പറഞ്ഞത് ടിക്കറ്റ് എടുക്കണമെങ്കിൽ പൈസ ആയിട്ട് തന്നെ വേണം. നമ്മളവിടെ ഒരു പാലസിന് പുറത്ത് തന്നെ ഒരു CSB ബാങ്കിൻ്റെ ATM കാർഡിനുണ്ട്. അവിടെ പോയി നമ്മൾ പൈസ എടുക്കാൻ പോവാണ്. 50 രൂപയാണ് ഒരാൾക്ക് പെർ ഹെഡ് വരുന്നത്. ഇവിടെ ഒരു ATM കൗണ്ടർ ഉള്ളത്, അവിടെ പൈസ ഉണ്ടെന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ പൈസ എടുത്തിട്ട് ഞങ്ങൾ വീണ്ടും കയറാൻ പോവുകയാണ്. കിടച്ചാച്ച് നമ്മൾ വീണ്ടും പോയി ടിക്കറ്റ് എടുക്കണം. അമ്പലത്തിൽ നിന്നുള്ളവരൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ളത്. ഒരു വീണ ഉണ്ടാക്കുന്ന സ്ഥലമുണ്ടെന്ന് പറഞ്ഞു, അത് ഇവിടെ തന്നെയാണ്, അകത്ത് തന്നെയാണ്. നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. 2 സൈഡ് നല്ല മനോഹരമായ പെയിൻറ്റിങ്സ്. ഒരു ആർട്ടിസ്റ്റ് തന്നെ ഭയങ്കര രസമാണ്, കാണാൻ നല്ല ഭംഗിയാണ്. കളർ ടോൺസ് ഒക്കെ ഭയങ്കര രസമാണ്. ഗൈസ് 20 രൂപ കൊടുത്ത് നമ്മളെ പറ്റിച്ചിരിക്കുന്നു. ഇപ്പോൾ എന്താ പറയാ
ഗൈസ് നമ്മൾ കയറിയത് 20 രൂപ കൊടുത്താണ് കയറിയത്. പക്ഷേ ഇവിടെ ഇത് പൊളിച്ചിട്ടേക്കുന്ന ഒരു പാലസ്. 5 രൂപയ്ക്ക് സംഭവം ഇവിടെ ഇവിടെ എന്തോ ഉണ്ട് ഗൈസ്. രാജാവ് എന്ത് കഷ്ടപ്പെട്ടാണ്. കംബോഡിയ പോയതായിരിക്കില്ല, അവിടെ പുറത്തുനിന്ന് ആൾക്കാർ വന്നപ്പോ ഗിഫ്റ്റ് കൊടുക്കണതാ. ராஜராஜேஸ்வரம் எனும் தஞ்சை. അവിടെ മ്യൂസിയത്തിൽ നിന്ന് കയറി കഴിയുമ്പോൾ ഇവിടെ വരുമ്പോൾ കാണുന്നതാണ് ആർട്ട് ഗാലറി. എല്ലാത്തിനും സെയിം പാസ് തന്നെയാണ്. 50 രൂപയ്ക്ക് നമ്മളവിടെ നിന്ന് പാസ് എടുത്താൽ ഇവിടെ എല്ലാം അത് കാണിച്ചാൽ മതി. സീൽ ചെയ്ത് തരും സ്റ്റാമ്പിനകത്ത്. നമ്മൾ ആർട്ട് ഗാലറിയിലിട്ടാണ് കയറാൻ പോകുന്നത്. ഈ നീലത്തിമിംഗലത്തിൻ്റെ ഒരു അസ്ഥികൂടം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കെയറിങ്ങും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ പുറത്ത് ആളുകൾക്ക് അതിനകത്ത് പേര് വരെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല രീതിയിലൊരു സംരക്ഷിക്കാൻ പോലും അത് അവർക്ക് പറ്റിയിട്ടില്ല എന്നുള്ളത് എനിക്കൊരു മോശമായിട്ട് തോന്നിയത്. നല്ല വിത്ത് 3 മാസം എടുത്ത് വിളക്കി. ചീര ഇവിടുത്തെ മാർക്കറ്റാണ്. മാർക്കറ്റിലോട്ടുള്ള എൻട്രൻസ് ആണിത്. നമ്മൾ പാലസും കണ്ടു, സരസ്വതി മഹൽ ലൈബ്രറി എല്ലാം കണ്ടതിന് ശേഷം നമ്മളിനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ പോകണം. വൈകിട്ട് 6:30ക്കാണ് ട്രെയിനുള്ളത്. നമ്മൾ തിരിച്ച് ഫുഡ് കഴിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അതായത് ക്യാമറയിൽ വെച്ച് സംസാരിക്കാണ്ട് ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. അതാണ് പിന്നെ ഇവിടെ ഒരു തഞ്ചാവൂർ പാവയൊക്കെ ഉണ്ട്. അവർ ചുമ്മാ റേറ്റ് നോക്കണം, വാങ്ങാൻ പറ്റിയതാണെങ്കിൽ വാങ്ങണം. ഭയങ്കര റേറ്റാണ്, നോക്കട്ടെ. അല്ല ഇത് രണ്ടും സെയിം റേറ്റ് ഉണ്ട്. പശു വാങ്ങണ്ടാ ഇല്ലടാ. നമ്മൾ പോകാനുള്ള പരിപാടി എടുക്കാം. വൈകിട്ട് 6:30ക്ക് ട്രെയിനാണ് എറണാകുളം. അപ്പോൾ നമ്മൾ ഏകദേശം പാക്കിംഗ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇനി ഇപ്പോൾ ഒരു 5:30 ആവാറായി. റെയിൽവേ സ്റ്റേഷനിൽ വിടുന്ന ഒരു കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ്. നല്ല എല്ലായിടത്തും നോക്കിയോ? ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയാണ്. എല്ലായിടത്തും നോക്കിയോ? നമ്മൾ ഡൽഹിയിൽ ഒരാളെ കൊന്നോലെ ഉണ്ടാക്കിയിട്ടുണ്ട്.